ഹലോ, ഹായ് എവ്രിവൺ. അപ്പം ഇന്ന് എല്ലാവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെള്ളത്തിൽ കിടക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ വൻപയർ തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വൻപയർ എടുത്തിട്ട് ഒരു 15-20 മിനിറ്റത്തേന് വെള്ളത്തിലിട്ടു. അതിനുശേഷം ഞാനതെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് തിളയ്ക്കാൻ വെച്ചു. അപ്പം ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരടപ്പ് വെച്ചിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അപ്പം ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പ് ശരിയാക്കാം. അപ്പം കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ തേങ്ങയും കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിരിച്ചാൽ മതി. എന്നിട്ട് പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇത് ഞാനിപ്പോൾ സവാളയാണ് ഇടുന്നത്. കൊച്ചുള്ളിയുടെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആ സമയത്തേക്ക് നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്തിരിക്കുന്ന പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആ വെന്തിരിക്കുന്ന പയറോട് ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യും. എരിവ് വേണ്ടവർ 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ജീരകം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആ തേങ്ങയുടെ കൂടെ നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ തോരൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചാൽ ആവിയിലിരുന്ന് വെന്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ തോരൻ. അപ്പം നമ്മുടെ കഞ്ഞിയുടെ കൂടെയും നമ്മുടെ ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു നല്ല വൻപയർ തോരനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.